ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സക്കേവൂസിൻ്റെ ഭവനത്തിൽ എന്ന ശീർഷകത്തോടു കൂടിയ ഈ അധ്യായത്തിൽ 48 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായ ജെറീക്കോക്കാരൻ ആര്? ഉത്തരം സക്കേവൂസ്. ചോദ്യം 2. സക്കേവൂസ് ആഗ്രഹിച്ചത് എന്ത്? ഉത്തരം യേശു ആരെന്ന് കാണാൻ. ചോദ്യം 3. ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് യേശു ആരെന്ന് കാണാൻ സക്കേവൂസിന് സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം പൊക്കം കുറവായിരുന്നതിനാൽ. ചോദ്യം 4. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് ചെയ്തതെന്ത്? ഉത്തരം മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ചോദ്യം 5. സിക്കമൂർ മരത്തിന് അടുത്തെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കി പറഞ്ഞതെന്ത്? ഉത്തരം സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന്. ചോദ്യം 6. സക്കേവൂസ് എപ്രകാരം ഇറങ്ങിച്ചെന്നാണ് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ചത്? ഉത്തരം തിടുക്കത്തിൽ. ചോദ്യം 7. സക്കേവൂസ് സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും പിറുപിറുത്തതെന്ത്? ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്ന്. ചോദ്യം 8. താൻ എന്ത് ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം തൻ്റെ സ്വത്തിൽ പകുതി. ചോദ്യം 9. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം 4 ഇരട്ടിയായി. ചോദ്യം 10. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും ആരുടെ പുത്രനാണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം അബ്രാഹത്തിൻ്റെ പുത്രനാണ് എന്ന്. ചോദ്യം 11. എന്തിനു വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്നാണ് യേശു സക്കേവൂസിനോട് പറഞ്ഞത്? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വേണ്ടി. ചോദ്യം 12. സക്കേവൂസിനോട് സംസാരിച്ചതിന് ശേഷം യേശു തുടർന്നു പറഞ്ഞ ഉപമ ഏത്? ഉത്തരം 10 നാണയത്തിൻ്റെ. ചോദ്യം 13. 10 നാണയത്തിൻ്റെ ഉപമ പറയുമ്പോൾ യേശു എവിടെയായിരുന്നു? ഉത്തരം ജെറുസലേമിന് സമീപത്ത്. ചോദ്യം 14. ഒരു പ്രഭു എന്തിനു വേണ്ടി ദൂരദേശത്തേക്ക് പോയി എന്നാണ് യേശു തൻ്റെ ഉപമയിൽ പറഞ്ഞത്? ഉത്തരം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി. ചോദ്യം 15. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന പ്രഭു എത്ര ഭൃത്യന്മാരെയാണ് വിളിച്ചത്? എത്ര നാണയമാണ് അവരെ ഏൽപ്പിച്ചത്? ഉത്തരം 10 ഭൃത്യന്മാരെ വിളിച്ചു, 10 നാണയം അവരെ ഏൽപ്പിച്ചു. ചോദ്യം 16. പ്രഭുവിൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നതിനാൽ ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി പ്രഭുവിൻ്റെ പിന്നാലെ അയച്ചത് ആരെ? ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ. ചോദ്യം 17. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് എന്തിന്? ഉത്തരം ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിനു വേണ്ടി. ചോദ്യം 18. യജമാനനെ, നീ തന്ന നാണയം കൊണ്ട് 10 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒന്നാമനോട് ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായ നീ എന്തായിരിക്കുക എന്നാണ് രാജപദവി ലഭിച്ച പ്രഭു പറഞ്ഞത്? ഉത്തരം 10 നഗരങ്ങളുടെ മേൽ അധികാരിയാകുക എന്ന്. ചോദ്യം 19. യജമാനനെ, നീ തന്ന നാണയം കൊണ്ട് 5 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ രണ്ടാമനോട് നീ എന്തായിരിക്കുക എന്നാണ് രാജപദവി ലഭിച്ച പ്രഭു പറഞ്ഞത്? ഉത്തരം 5 നഗരങ്ങളുടെ മേൽ അധികാരിയാകുക എന്ന്. ചോദ്യം 20. യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ എന്ന് പറഞ്ഞതാര്? ഉത്തരം വേറൊരുവൻ. ചോദ്യം 21. എന്തുകൊണ്ടാണ് നാണയം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചത് എന്നാണ് ഭൃത്യൻ പറഞ്ഞത്? ഉത്തരം യജമാനൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആയതുകൊണ്ട് യജമാനനെ തനിക്ക് ഭയമായിരുന്നു,
അതിനാൽ പൊതിഞ്ഞു സൂക്ഷിച്ചു. ചോദ്യം 22. എപ്രകാരം ഭൃത്യനെ വിധിക്കും എന്നാണ് രാജപദവി സ്വീകരിച്ചു വന്ന പ്രഭു പറഞ്ഞത്? ഉത്തരം: ഭൃത്യൻ്റെ വാക്കുകൊണ്ട് തന്നെ. ചോദ്യം 23. താൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആണെന്നറിഞ്ഞിരുന്ന ഭൃത്യൻ എന്തുകൊണ്ട് ആരെ പണം ഏൽപ്പിച്ചില്ല എന്നാണ് പ്രഭു ചോദിച്ചത്? ഉത്തരം: പണമിടപാടുകാരെ. ചോദ്യം 24. യജമാനൻ നൽകിയ നാണയം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചവനിൽ നിന്ന് അതെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക എന്ന് പ്രഭു പറഞ്ഞത് ആരോട്? ഉത്തരം: ചുറ്റും നിന്നിരുന്നവരോട്. ചോദ്യം 25. യജമാനനെ അവന് 10 നാണയമുണ്ടല്ലോ എന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞതെന്ത്? ഉത്തരം: ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും എന്ന്. ചോദ്യം 26. ആരെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ എന്നാണ് രാജപദവി ലഭിച്ച പ്രഭു കൽപ്പിച്ചത്? ഉത്തരം: താൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന തൻ്റെ ശത്രുക്കളെ. വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കണേ. ചോദ്യം 27. 10 നാണയത്തിൻ്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു യാത്ര തുടർന്നത് എവിടേക്ക്? ഉത്തരം: ജെറുസലേമിലേക്ക്. ചോദ്യം 28. ബേത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: ഒലിവുമലക്കരികെ. ചോദ്യം 29. ഒലിവുമലക്കരികെയുള്ള ബേത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് യേശു പറഞ്ഞയച്ചത് ആരെ? ഉത്തരം: 2 ശിഷ്യന്മാരെ. ചോദ്യം 30. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ച ശിഷ്യന്മാരോട് എന്തു കൊണ്ടുവരിക എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കെട്ടിയിട്ടിരിക്കുന്ന, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കാണും, അതിനെ അഴിച്ചുകൊണ്ടുവരിക എന്ന്. ചോദ്യം 31. കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു മറുപടി പറയണം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന്. ചോദ്യം 32. ശിഷ്യന്മാർ കഴുതക്കുട്ടിയുടെ പുറത്തും വഴിയിലും വിരിച്ചത് എന്ത്? ഉത്തരം: തങ്ങളുടെ വസ്ത്രങ്ങൾ. ചോദ്യം 33. യേശു പട്ടണത്തോടടുത്ത് എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ഉത്തരം: ഒലിവുമലയുടെ ചരിവിന്. ചോദ്യം 34. യേശു പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് എത്തിയപ്പോൾ ആരാണ് സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ഉത്തരം: ശിഷ്യഗണം മുഴുവൻ. ചോദ്യം 35. ആര് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യന്മാർ ആർത്തു വിളിച്ചത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ്. ചോദ്യം 36. എവിടെ സമാധാനം, എവിടെ മഹത്വം എന്നാണ് ശിഷ്യന്മാർ ആർത്തു വിളിച്ചത്? ഉത്തരം: സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ചോദ്യം 37. ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറഞ്ഞതാര്? ഉത്തരം: ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ. ചോദ്യം 38. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ മൗനം ഭജിച്ചാൽ ആര് ആർത്തു വിളിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന്. ചോദ്യം 39. യേശു അടുത്തു വന്ന് ജെറുസലേം പട്ടണം കണ്ടപ്പോൾ ഈ ദിവസത്തിലെങ്കിലും നീ എന്തറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് വിലപിച്ചുകൊണ്ട് പറഞ്ഞത്? ഉത്തരം: സമാധാനത്തിനുള്ള മാർഗങ്ങൾ. ചോദ്യം 40. സമാധാനത്തിനുള്ള മാർഗങ്ങൾ എവിടെ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ജെറുസലേമിനെ നോക്കി യേശു പറഞ്ഞത്? ഉത്തരം: നിന്റെ ദൃഷ്ടിയിൽ നിന്ന്. ചോദ്യം 41. പൂരിപ്പിക്കുക. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ ഡാഷ് നീ അറിഞ്ഞില്ല. ഉത്തരം: സന്ദർശന ദിനം. ചോദ്യം 42.
ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച യേശു പുറത്താക്കിയത് ആരെ? ഉത്തരം: കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. ചോദ്യം 43. തൻ്റെ ആലയം എന്ത് എന്നെഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: പ്രാർത്ഥനാലയം. ചോദ്യം 44. നിങ്ങളെൻ്റെ ആലയത്തെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കവർച്ചക്കാരുടെ ഗുഹ. ചോദ്യം 45. യേശുവിനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാം? ഉത്തരം: പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും. ചോദ്യം 46. പുരോഹിത പ്രമുഖന്മാർക്കും നിയമജ്ഞർക്കും ജനപ്രമാണികൾക്കും യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ജനങ്ങളെല്ലാം യേശുവിൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നതുകൊണ്ട്. എന്നെ സഹായിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ, കടപ്പാടോടെ, പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി. നമസ്കാരം.